ചെങ്ങന്നൂരിൽ വടിവാളുകൊണ്ട് കേക്ക് മുറിച്ച് പിറന്നാൾ ആഘോഷിച്ച 4-അംഗ സംഘത്തിനെതിരെ പോലീസ് കേസെടുത്തു. ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് നടപടി. സംഘത്തിലുള്ളവർ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ്. മനീഷ് മഹിപാൽ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. മനീഷ്, ഈ വാളുകൊണ്ട് കേക്ക് മുറിക്കുക, ഇത് സമൂഹ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുക എന്നതൊക്കെ ഇപ്പോൾ സ്ഥിരം സംഭവമായി മാറിയിരിക്കുകയാണോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കീർത്തന, ഇന്നലെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പ്രത്യക്ഷപ്പെട്ടത്. ഈ സംഘത്തിലുള്ള ഒരാൾ തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ തൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ അപ്ലോഡ് ചെയ്തത്. തുടർന്ന് പോലീസിന് വിവരം ലഭിച്ചു. പോലീസും സൈബർ സേനയും സൈബർ സംഘവും നടത്തിയ അന്വേഷണത്തിൽ ഇത് ആരാണ്, എവിടെയാണെന്നുള്ള വിവരം അന്വേഷിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഇവരെ പറ്റി അന്വേഷിച്ചു. അപ്പോൾ അടിപിടി അടക്കമുള്ള നിരവധി കേസുകൾ, വധശ്രമം അടക്കമുള്ള നിരവധി കേസുകൾ പ്രതിയായിട്ടുള്ള ആളുകൾ ഈ സംഘത്തിലുണ്ട് എന്ന വിവരം പോലീസിന് ലഭിച്ചു. ഒപ്പം തന്നെ പോലീസ് അന്വേഷണത്തിൽ ഇവർ കേക്ക് മുറിച്ചത് വടിവാൾ കൊണ്ട് തന്നെയാണ്, അത് ഒറിജിനലായിട്ടുള്ള വടിവാൾ കൊണ്ട് തന്നെയാണ് ഈ കേക്ക് മുറിച്ചത് എന്ന് കൂടി പോലീസിന് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയാണ് പോലീസ് ഈ 4 പേർക്കെതിരെയും ആയുധം കയ്യിൽ വെക്കുക, ആയുധം കയ്യിൽ സൂക്ഷിക്കുക, അക്രമ സ്വഭാവത്തോടെ കൂടി സംഘം ചേരുക, ഈ രീതിയിൽ തെറ്റായ സന്ദേശം സമൂഹത്തിന് നൽകുന്ന രീതിയിലുള്ള പ്രചരണം നടത്തുക, അത് സമൂഹ മാധ്യമങ്ങളിൽ അത് പ്രചരിപ്പിക്കുക തുടങ്ങിയ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ഈ 4 പേരുടെയും പേര് വിവരങ്ങൾ പോലീസ് ഈ സമയത്ത് പുറത്തുവിടുന്നില്ല. ഇവരെന്താണെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണെന്ന് കൂടി വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരം സംഭവങ്ങൾ സമൂഹത്തിൽ ആവർത്തിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെയുള്ള കേസുകൾ ബന്ധപ്പെടുകയാണെങ്കിൽ, ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ, സമൂഹ മാധ്യമങ്ങൾ ബന്ധപ്പെടുകയാണെങ്കിൽ, ആരെങ്കിലും ഇത് ദൃശ്യങ്ങൾ അയച്ചു നൽകുകയാണെങ്കിൽ അതിൽ കർശന നടപടിയെടുക്കണം എന്നുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെങ്ങന്നൂർ പോലീസ് ഇവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. ഈ സംഭവം നടക്കുന്നത് ചെങ്ങന്നൂർ പാണ്ഡവൻ പാറയ്ക്ക് അടുത്തുള്ള ഒരു സ്ഥലത്ത് വെച്ചാണ്. യുവാക്കൾ 4 പേരും ചേർന്ന് ഒരാളുടെ പിറന്നാൾ ആഘോഷത്തിന് വേണ്ടി വടിവാൾ ഉപയോഗിച്ച് കേക്ക് കട്ട് ചെയ്ത് 4 പേർക്കും വിതരണം ചെയ്യുന്നതും അത് പിന്നീട് അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ അത് ഷെയർ ചെയ്യുന്നതും. കീർത്തന. ശരി, മനീഷ് മഹിപാലാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.